എടാ ഞാൻ എൻ്റെ മോനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവനെ ശിക്ഷിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവൻ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ്. അപ്പം പിന്നെ നീതിമാൻ അനുസരണക്കേട് കാണിക്കും. അതെന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാതെ? നമ്മളെപ്പോഴും ഉപവാസ പ്രാർത്ഥനയ്ക്ക് 3 ദിവസം ഇരിക്കുമ്പോഴാണ് അവൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്നത്. അവൻ 3 ദിവസം സംസാരിക്കുന്ന പരിശുദ്ധാത്മാവല്ല. എവറി സെക്കൻഡ് എവറി മിനിറ്റ് ഹി വാണ്ട്സ് ടു ടോക്ക് ടു യു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ കാര്യം പറയുമ്പോഴത്തേന് അത് വിശ്വസിക്കണമെങ്കിൽ ഈ ചെറിയ 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 കാര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് 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 അനുസരിച്ച് നടക്കുമ്പോഴത്തേക്കിന് വലിയ വിഷയം വരുമ്പോഴും ചിരിക്കാൻ പറ്റും. നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചിരിച്ച് നടന്ന് ആവശ്യത്തിന് പരിഹാരം. എന്ത് പറഞ്ഞാലും പൊട്ടത്തരം എന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ നമുക്ക് ധൈര്യം കിട്ടും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അനുസരിക്കാതെ വരുമ്പോഴാണ് പാപം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ജീവിതം അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കരം ഒരു ഡൈനാമൈറ്റ് ആയിട്ടുള്ള ജീവിതമാണ്. അത് അവൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കാനുള്ള ബലം എൻ്റെ മനസ്സിന് കിട്ടിയാൽ മാത്രമേ നമുക്കത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ചോദിക്കുന്നത്, അനുസരണം പഠിപ്പിക്കണമെങ്കിൽ ഈ പുള്ളി അനുസരണം കെട്ടവനല്ലേ? അല്ലേ? നീതിമാൻ എന്നുള്ള ഒരു പൊസിഷനേ എനിക്കുള്ളൂ. പിന്നെ എൻ്റെ നീതിമാൻ എന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ ഇനി ദൈവത്തിന് ദൂരാക്കത്തില്ല, അത്രേ ഉള്ളൂ. ഈ നിത്യജീവൻ നഷ്ടപ്പെടത്തില്ല, അത്രേ ഉള്ളൂ. അത് ബ്രദറുകാർ പറയുന്ന ഉപദേശം സാറേ. ബ്രദറെ ബൈബിള് പഠിപ്പിക്കുന്നത് നിത്യജീവന്റെ അർത്ഥം ചോദിച്ചാൽ മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. എറ്റേണൽ ലൈഫിന്റെ മീനിങ് എന്നാ, അത്രേ അത് മതി. വേറെ ഉപദേശം നമുക്ക് കൂടുതൽ വേണ്ട. എറ്റേണൽ ലൈഫിന്റെ അർത്ഥം എന്നാ? ഇനി നിനക്ക് മറന്ന ലൈഫാണ്, സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ നീതിമാനെ ദൈവം ശിക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കും ദൈവം ശിക്ഷിക്കുന്നത് നീതിമാനെ? അതിൻ്റെ അടുത്ത് പറയുന്നത് അവൻ ശിക്ഷിതനാകേണ്ടതിന്, അല്ലേ? അത് കഴിഞ്ഞിട്ട് 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ലോകത്തിൻ്റെ പിതാക്കന്മാർ അവർക്ക് തോന്നിയതുപോലെ ശിക്ഷിച്ചു, എന്നാൽ സ്വർഗത്തിൻ്റെ പിതാവോ നീ അവൻ്റെ വിശുദ്ധിയിൽ പങ്കാളികളാകേണ്ടതിന് അവൻ ശിക്ഷിക്കുന്നു. ഓക്കെ, ഇവിടെ വിശുദ്ധി വരുന്നത് നീതിമാനും വിശുദ്ധനും വ്യത്യാസമാണ്. നീതിമാന്മാരെല്ലാവരും വിശുദ്ധന്മാരല്ല. നീതിമാന്മാർ ഡെയിലി വിശുദ്ധന്മാരായിക്കൊണ്ടിരിക്കുക. കുറച്ച് പാപത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. കൊലപാതകം, വ്യഭിചാരം, അശുദ്ധി, ദുർമാർഗം. ഇതിൻ്റെ അകത്ത് ഏത് പാപത്തിനായിരുന്നു അവ്വായ്ക്കും ആദാമിനും ഇത് കിട്ടിയത്, ശിക്ഷ കിട്ടിയത്? മോഹം, ഡിസോബീഡിയൻസ്, അനുസരണക്കേട്. നിങ്ങൾ പറഞ്ഞ ഇതൊന്നും പാപമല്ല, അനുസരണക്കേടാ പാപം. ഇതെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അനുസരണക്കേടിന്റെ ഫലമാണ് ഇതെല്ലാം. അതെ, പാപം എന്താണ്? അനുസരണക്കേട്. അപ്പം വിശുദ്ധി എന്തായിരിക്കും? അനുസരണം. സിമ്പിൾ. വിശുദ്ധി ഗിഫ്റ്റ് അല്ല, വിശുദ്ധി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇല്ല, നീതിമാനാ ഫ്രീ ആയിട്ട് കിട്ടിയത്, നീതീകരണമാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഡെയിലി ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവൻ്റെ വിശുദ്ധിയിൽ നമ്മളും പങ്കാളികളാവും. ഹോളിനെസ് ആണ്, ഒബീഡിയൻസ് ആണ്. റൈച്ചസ്നെസ് ഫ്രീ ഗിഫ്റ്റാണ്. അല്ല, അത് ഞാനും പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് സാന്റിഫിക്കേഷൻ ദൈവം നമുക്ക് നൽകിയ ഒരു ഗിഫ്റ്റ് ദാനവും. എന്താണ് സാന്റിഫിക്കേഷൻ? നമ്മുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണവും അല്ല. സാന്റിഫിക്കേഷൻ എന്താണ്? എങ്ങനെയാണ് നിങ്ങളെ സാന്റിഫൈ ചെയ്യുന്നത്? സാന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധീകരണം എന്നുള്ളതാണ്. വിശുദ്ധിയല്ല, ശുദ്ധീകരണമാണ്. പ്യൂരിഫിക്കേഷനാണ് അതിൻ്റെ. ഏത് സാന്റിഫിക്കേഷൻ അളവുപോലെ എന്താ? വചനത്താൽ നിങ്ങളെ സാന്റിഫൈ ചെയ്യും. പ്യൂരിഫിക്കേഷൻ എങ്ങനെ? ഡെയിലി വചനം പിടിച്ചു നമ്മുടെ തൂക്കുകെട്ട വചനമാണ്. വചനം പിടിച്ചാൽ നോക്കുന്നത് നടക്കണോ, പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, നടക്കുവാണോ. വെൻ ദിസ് കൊരിന്ത്യർ പറഞ്ഞത് ഈ അനുസരണം തികയുമ്പോൾ. ഏതനുസരണമാ? നമ്മുടെ വിചാരം പോലെ നടക്കാതെ നമ്മുടെ ചിന്തയെ ക്രിസ്തുവിലോട്ട് പിടിച്ചടക്കി പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നടന്ന് ഈ വിധേയത്വം, ഈ ഒബീഡിയൻസ് നമ്മൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ അവിധേയത്വത്തെ, ഡിസൊബീഡിയൻസിനെ വി വിൽ ജഡ്ജ്. പ്രൈസ് ദി ലോർഡ്.
അതാണ് റൈച്ചസ്നസ് ഹോളിനെസ് ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ. നമ്മൾ നീതിമാന്മാരെ പേടി എന്താ? അയ്യോ നമ്മൾ പാവം ചെയ്തു, തെറ്റ് ചെയ്തു പോയാലോ. തെറ്റ് ചെയ്യുന്നത് കൊണ്ട് നിനക്ക് അടി കിട്ടേണ്ടി കിട്ടും. അത് പണിഷ്മെന്റ്, ഡിസിപ്ലിനറി പണിഷ്മെന്റാ. ബട്ട് യു വിൽ നെവർ ബി എറ്റേണലി പണിഷ്ഡ്. യു ആർ എറ്റേണലി റൈച്ചസ്. ബട്ട് ഫോർ എവറി മിസ്റ്റേക്സ് യു ഡു യു വിൽ ഗെറ്റ് പണിഷ്മെന്റ്. താത്കാലികമായിട്ടുള്ള നീ നന്നാകാൻ വേണ്ടിയിട്ട്, അനുസരിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റ് ദൈവം തരേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാതെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കിട്ടിക്കൊണ്ട് അതിന് ദൈവം കിട്ടുമ്പം മനസ്സിലാക്കിക്കൊണ്ട മതി. അല്ല, പോലീസുകാരെല്ലാം കൈകരിച്ച് എവിടെയെങ്കിലും ആരൊക്കെ പോലീസ് വേണമെന്നില്ല, റോഡിരിക്കുന്നത് ചിലപ്പോൾ തന്നിരിക്കാം. അപ്പം കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കോണം എവിടെ തിരുത്തിക്കോണം എന്നുള്ളത്. സാറേ, ഈ സഭ മൊത്തം ഒരു കുറ്റബോധം, മനസാക്ഷി, ഹൃദയത്തിൻ്റെ കാഠിന്യം, ഇതൊക്കെ കേട്ട് ഞായറാഴ്ചകളിൽ ഞാൻ ശരിയാവുന്നില്ല, ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് പ്രശ്നം, പിന്നെ ഒരാൾ ഇനി വരുന്ന ആൾ പ്രസംഗം എന്താ ഞാൻ ചെയ്യേണ്ടത്? നമ്മുടെ ബേസിക് നീഡ് നീതിമാനായാൽ മതി. എല്ലാവർക്കും ഒരു ചോദ്യം ഞാൻ ചോദിച്ചേ. അതന്നെ സെയിം. നമ്മുടെ ബേസിക് നീഡ് നീതിമാനാകുക എന്നുള്ളതാണ്. നീതിമാൻ ആണ് എന്നുള്ള ഫെയ്ത്ത് എനിക്ക് ഉണ്ടാകുക, അബോധ്യം ഉണ്ടാകുകയാണ്. തെറ്റ് പറ്റിയാൽ അപ്പം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ തിരിച്ച് കം ബാക്ക്. അതിൽ ശിക്ഷ കിട്ടുമോ? അത് ഓൾറെഡി അനുഭവിച്ചു. ശിക്ഷ അനുഭവിക്കേണ്ട അത് പരിശുദ്ധാത്മാവിന് അനുസരണക്കേട് ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷെ ഇത് തികയാൻ തുടങ്ങുമ്പോഴത്തേക്കിന് യു വിൽ ബി ലൈക്ക് ഒരു പറക്കുന്ന ഒരു ഈഗിൾ പോലെയാവും. റെസിസ്റ്റൻസ് കാണും. നമ്മളെ തെറ്റിക്കുന്ന എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ്. നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ആർഗ്യുമെൻസാണ് നമ്മളെ തെറ്റിക്കുന്നത്. ഈ ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഒരു പൊസിഷനിലേക്ക് നമ്മൾ കയറുക ചെയ്യുന്നത് ഡെയിലി. അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും എൻ്റെ ശരീരത്തിൽ നിന്നൊരു ആർഗ്യുമെൻറ്റ്സ് വരത്തില്ല. ഇപ്പം പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൻ്റെ സംസാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു നോർമൽ ലെവലിലുള്ള ഒരു അഭിപ്രായം ആകത്തേയില്ല. ഓൾവേസ് ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ടു ദിസ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന് വിരോധമായിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത്. അതാണ് പലരും എന്നോട് ചോദിച്ചു, 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്തിയത് ബുദ്ധിഹീനമല്ലേ, അവൻ്റെ വളർച്ചയെ തടഞ്ഞില്ലേ? നോ. എങ്ങനെ പരിശുദ്ധാത്മാവ് ഞാൻ ഇവിടെ പരിശുദ്ധാത്മാവ് നിർത്തുമെന്ന് പറയുന്നിടത്ത് നിന്നുകൊണ്ടാണ് നോക്കുന്നത്. അയ്യോ അവൻ പഠിച്ചില്ലെങ്കിൽ എന്നാകും, അവന് പാസ്റ്റർ ആയില്ലെങ്കിൽ എന്നാകും എന്ന് ഇവിടെ നിന്നാണ് നോക്കുന്നത്. പരിശുദ്ധാത്മാവ് നിർത്തുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാവോ? എൻ്റെ മകൻ്റെ അവസാനത്തെ പ്രസംഗം, ഒന്നെങ്കിൽ ആഫ്രിക്കയോ അമേരിക്കയിലെ 1,00,000 പേരുടെ സ്റ്റേഡിയത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം കണ്ടുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വിനോദേ അവനെ പഠിത്തം നിർത്തണ. ഇതെങ്ങനെ പിടികിട്ടാം? അബ്രഹാമിനോട് മകനെ യാഗം കഴിക്കുന്ന പറയുമ്പോഴത്തേന് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഇസ്രായേലും കൊണ്ടോണ്ടാ പറഞ്ഞത്. പക്ഷെ ആൾക്കാരെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പാടാ. ഈ കഴിഞ്ഞ എപ്പിസോഡിലും അദ്ദേഹം ഇത് പറഞ്ഞു. അപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നതും നമ്മുടെ പൊതുബോധവും ഒരു ദൈവമാണ്. കുട്ടികളുടെ പഠനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഈ മലയാളി ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാ, വേറെ ഒന്നിനു വേണ്ടിയാ. മക്കളെ പഠിപ്പിക്കുക, അവരെ വലുതാക്കുക, അവരെ വളർത്തുക, അവരെ ജീവിതത്തിലേക്ക് ജോലി വിട്ടുവാന്ന് പറഞ്ഞാൽ അതിനെക്കാളും മണ്ടത്തരമല്ലേ ജോലി വിടാൻ പറയുന്നത്. പിന്നെ ഞാൻ 2002 പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടെ ഡൈജസ്റ്റ് ആവും. എത്രയോ പേര് ജോലി വിട്ട് ഉണ്ട്. അപ്പൊ പിന്നെ അതെങ്ങനെ സംഭവിക്കാതെ ഭാര്യയും പെണ്ണുമ്പിള്ള അതിനകത്ത് വ്യത്യാസമുണ്ട്. പഠനം അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഒരു മെച്വേർഡ് ആയിട്ടുള്ള ഒരാള് എടുക്കുന്ന ഒരു ഡിസിഷനും അതേസമയം ഒരു കൊച്ചു പയ്യൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മെച്വർ അല്ലാത്ത ഒരു പയ്യന്റെ പാരൻസ് എടുക്കുന്ന ഒരു ഡിസിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ആ ചോദ്യകർത്താവ് ചോദിച്ച ഒരു കാര്യമുണ്ട്. അവന്റെ റൈറ്റാണ് പഠിക്കുക എന്നുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം തടയുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആത്മാവിനെ കേസ് കൊടുത്തു. ഈ കാര്യത്തിൽ കേസുണ്ടായോ? പിന്നെ സ്കൂളിൽ നിന്ന് കേസ് കൊടുത്തില്ലേ? സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് അന്നും കന്യാസ്ത്രീമാരാ, നിങ്ങളെക്കാട്ടിലും ഞങ്ങൾ യേശുവിനെ അറിയാം, ഈ പുള്ളി സൂപ്പർസ്റ്റിഷ്യസ് ആണെന്നും പറഞ്ഞ. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക,
ദൈവം നിന്നോട് സംസാരിക്കും. എൻ്റെ ഭാര്യ പറഞ്ഞു 10ാം ക്ലാസ്സെങ്കിലും പഠിപ്പിക്കാം. അപ്പം ഓക്കെ, നിൻ്റെ കൂടെ മകനാ 10ാം ക്ലാസ് പഠിപ്പിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ ദൈവവേലയിൽ ഉണ്ടാകണം. ആ ഗ്യാരണ്ടി കൂടെ എടുത്തോണം. അല്ലെങ്കിൽ പ്രാർത്ഥിയിൽ ദൈവം സംസാരിക്കട്ടെ. 2 പേരോടും ദൈവം സംസാരിച്ചു. അവനോട് ഇടീ രാത്രി മൊത്തം ദൈവം സംസാരിച്ചു. ഹോം സ്കൂളിംഗ് ഉണ്ടായിരുന്നു. പിന്നീട് അവന് നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് പഠിച്ചു. 10ാം തന്നെ ഇപ്പം ഇത് വ്യാപകമാവുക. ഓപ്പൺ സ്കൂളിലേക്ക് പഠിച്ച് പിന്നെ ബൈബിൾ കോളേജിൽ ക്രിസ് ബൈബിൾ കോളേജിൽ 2 ഇയേഴ്സ് ഓൺലൈൻ അതും പഠിച്ചു. ഇതായി. പക്ഷേ ഞാൻ നീതി റോമാലേഖനം 4-ാം അധ്യായം 12-13 വാക്യത്തിൽ പറയുന്നത് അബ്രഹാമിൻ്റെ വാഗ്ദാനങ്ങൾ അവനും അവൻ്റെ സന്തതിക്കും ന്യായപ്രമാണത്തിലൂടെ അല്ല, പക്ഷേ വിശ്വാസത്താലുള്ള നീതിയിലൂടെ പ്രാപിച്ചു. ഈ നീതീകരണം എന്ന് പറയുന്നത് എൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. നീതിമാൻ എന്നുള്ളൊരു കോൺഷ്യസ് എനിക്ക് വന്നാൽ പിന്നെ ഈ ബ്ലെസ്സിങ്ങിൻ്റെ വാതിലാണ് നമ്മൾ തുറക്കുന്നത്. നീതിമാൻ്റെ മക്കളാണ് ഞങ്ങൾ, നീതിമാൻ്റെ അവകാശങ്ങൾ, നീതിമാൻ്റെ എല്ലാം എൻ്റെ വീട്ടിൽ വരട്ടെ. പക്ഷേ ഇന്നത്തെ ചർച്ച് 24 hours വിളിച്ചു പറഞ്ഞത് ഈ പാപിയാണ്, കുറ്റബോധം. അല്ല, ആരാണ് പാപി? ആരാ? നിത്യമരണമുള്ളവനാ പാപി, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാ പാപി, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാ പാപി, യേശുവിനെ അറിയാത്തവനാ പാപി. ഇനി നീ നന്നാകാൻ വേണ്ടിയിട്ട് ഇനി ഏത് ക്രിസ്തുവാ ചാകാനുള്ളത്? ചോദിക്കുന്നത്. ഇനി ചാകാൻ ക്രിസ്തു ഇല്ല, ഇനി ഒരു യാഗം കഴിക്കാൻ ക്രിസ്തു ഇല്ല. ഇനി നീ എന്നാ നീതിമാനാകുന്നേ? നമ്മൾ ഫോർ എവർ റൈച്ചസ്. നമ്മളല്ലേ ഇത് പഠിപ്പിക്കുമ്പോൾ പലരും അഗ്രി ചെയ്യത്തില്ലായിരിക്കും. ബട്ട് ബൈബിൾ അത് ഒറ്റ യാഗത്താൽ എന്നേക്കുമായി നമ്മളെ പെർഫെക്റ്റ് ചെയ്തു, സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കഴിഞ്ഞു തീർന്നു ഒറ്റ യാഗത്താൽ. അതാണ് നമ്മുടെ ക്രിസ്ത്യ പഴയ നിയമത്തിലെ വിശ്വാസികൾ ദൂരെ കണ്ടോണ്ട് അവർ വിശ്വസിച്ച് നടന്നു. പക്ഷെ ഇന്ന് എൻ്റെ വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി കഴിഞ്ഞു. ക്രിസ്തു മരിച്ചതോടുകൂടി എനിക്കെല്ലാം ആയിക്കഴിഞ്ഞതിൻ്റെ മേലെല്ലാം ഞാൻ വിശ്വസിച്ച് നടക്കുന്നത്. ഇപ്പം അവൻ നിങ്ങൾക്ക് നീതി വീണ്ടെടുപ്പ് എല്ലാം ആയി തീർന്നു. അതിൻ്റെ ആ വിശ്വാസത്തിലല്ല ഞാൻ നടക്കുന്നത്. ഇപ്പോൾ മറ്റൊരത് ഉണ്ടാവുമെന്ന് പറഞ്ഞു നടന്നു. അവൻ്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ളത് അവൻ ദേശം കാണിച്ചു കൊടുത്തു, കണ്ടിട്ടാണ് നടക്കുന്നത്. ഇതല്ല, ഓൾറെഡി എനിക്ക് വേണ്ടി തീർന്ന് കഴിഞ്ഞു എന്നുള്ള ഇതിൻ്റെ മേളിലാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ ഫെയ്ത്ത് അങ്ങനെയാണ്. പുതിയ നിയമത്തിൻ്റെ ഫെയ്ത്ത് അതാണ്. കാണാത്തത് ഉണ്ട്, അവർക്ക് കണ്ടിട്ട് നടക്കെന്ന് പറഞ്ഞു. ഇവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് കാണാത്തത് ഉണ്ട്. ആശിക്കുന്നുണ്ടോ? പക്ഷെ കിട്ടിയിട്ടില്ല. ഉണ്ട്, കാഴ്ചയിലല്ല, കാണാത്തതിൻ്റെ അതും കണ്ടോണ്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ എൻ്റെ അവരുടെ ഫെയ്ത്ത് ഭയങ്കര വ്യത്യാസമാണ്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കും, നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം ഈ റൈച്ചസ് കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് വരേണ്ടത്. റൈച്ചസ്നെസ് കോൺഷ്യസ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമ്മൾ നീതിമാനാണ്. സാർ ഈ പ്രസംഗിച്ചപ്പോൾ സഭകളിലൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് എനിത്തിങ് ഔട്ട് ഓഫ് ദാറ്റ്. വചനത്തിൽ പറയുന്നത് കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. എന്തിനു വേണ്ട? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുമോ? ചുമ്മാ ഇരുന്നോണ്ട് രാവിലെ തൊട്ട് ഞാൻ സ്നേഹിക്കുവാണെന്ന് പറഞ്ഞ് പടാപടം. ഇത് പിശാചിനെ ശാസിക്കുന്ന കാര്യം പറഞ്ഞ പോലെ കർത്താവ് ഞാൻ എൻ്റെ മോനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവനെ ശിക്ഷിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവൻ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ്. അപ്പം പിന്നെ നീതിമാൻ അനുസരണക്കേട് കാണിക്കും. അതെന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാതെ? അല്ല സാറേ, അത് അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ അനുസരണക്കേട് ഇല്ലാണ്ട് ജീവിച്ചോ? അല്ല, നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലല്ലേ. എന്ന് തീരും ഈ പരിശ്രമം? നിങ്ങളുടെ പരിശ്രമം എന്ന് ആകത്തില്ല. ആകാത്ത പരിശ്രമം എന്തിനാ പരിശ്രമിക്കാൻ പോകുന്നേ? നമുക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏതിനു വേണ്ടിയാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? വിശുദ്ധനായി ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു. എങ്ങനെ വിശുദ്ധനായിട്ട് ജീവിക്കുന്നത്? വചനപ്രകാരം ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോൾ വിശുദ്ധനാകുക. എങ്ങനെ?
ടെൽ മീ. ഇപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു. അന്നേരം എല്ലാം ഞാൻ ദൈവത്തെ അനുസരിച്ചല്ലേ ജീവിക്കുന്നു. നാളെ ഞാൻ ചെയ്ത് അല്ല വർഷത്തിനാകാനുള്ള ഒരു ഞാൻ പറയാം, ഞാൻ പറയാം, നാളെ രാവിലെ ഒരു 5 ലക്ഷം രൂപ വേണം. ഓക്കെ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്ത് പറയും? ടെൻഷൻ എടുക്കണ്ട, ഞാൻ തരാന്ന് പറയും. ഓക്കെ, പറയൂ. കേട്ടിട്ടുണ്ടോ? ശബ്ദം കേട്ടിട്ടുണ്ടോ? അല്ല, നമുക്ക് ആ ഒരു ഇന്നർ ഇതിലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് നൽകുന്നതുപോലെ ചിന്തിക്കുകയും ചെയ്യും. 5 പേരെ മനസ്സിൽ കാണുകയും ചെയ്യും. 1 ലക്ഷം രൂപ ഇവിടേക്ക് വരാം, ഞാൻ വരാം. തോക്കിലോട്ട് കയറാം, ഞാൻ വരാം. അപ്പം പരിശുദ്ധാത്മാവ് പറയും ഞാൻ തരാം. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടിയാൽ എനിക്കൊരു ഭയങ്കര വിഷമം. അത് 5 ലക്ഷം രൂപയുടെ എന്നുള്ളതല്ല, ഏത് വിഷയമാകട്ടെ വരുമ്പം എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയാൽ അതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യുന്നു? കംഫർട്ട് ചെയ്യുന്നു, എനിക്കത് നൽകും. എനിക്ക് എന്റെ സമയത്ത്, ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കണമെന്നില്ല, എപ്പോഴാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ദൈവത്തിന് ആ സമയത്ത് എനിക്കത് തരുവാൻ സാധിക്കും. അത് നമ്മുടെ ഈ ലാഗി ക്രിസ്ത്യാനിറ്റി ഉള്ളത് കൊണ്ടാണ്. ശരിക്കും ഒരു ക്രിസ്ത്യന് നാളെ 5 ലക്ഷം വേണമെങ്കിൽ പരിശുദ്ധാത്മാവെ എവിടുന്ന എങ്ങനെയാ അന്ന് ചോദിക്കണം. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അത് കേൾക്കണം. അതായിരിക്കണം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറയാം. ഓക്കെ, നാളെ പരിശുദ്ധാത്മാവ് പറയുമല്ലോ ഞാൻ തരാം, ധൈര്യമായിട്ടിരിക്കേ. അത് കേൾക്കാറുണ്ടല്ലോ, ഉണ്ടല്ലോ. രാത്രി വിശ്വാസത്താൽ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് 10 മണിക്ക് പൈസ വേണം, 8 മണിക്ക് ഞാൻ പറയും ദൈവം തരും, അത്ഭുതം ചെയ്യും. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇല്ല, നമ്മൾ വിശ്വസിക്കുക ദൈവം തരും. ഓക്കെ, ഒരു 9:30 ആകുമ്പോഴത്തേനൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തോന്നാൻ തുടങ്ങും അല്ലേ? ഷോർട്ട് കട്ടുകൾ. പിന്നെ ഈ ഷോർട്ട് കട്ടുകൾ എവിടുന്നാണ് വന്നത്? എങ്ങനെയാണ് വന്നത്? പണ്ട് ചെയ്തിട്ടുണ്ട്, പരിചയം, അനുഭവം അല്ലേ? അന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അന്ന് എപ്പോഴും നിങ്ങൾക്ക് പാപം തോന്നിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഒരിക്കലും നമുക്കത് ഷോർട്ട് കട്ട് പോയിട്ട് ഒരു പാപമായിട്ട് ഒരാളുടെ കടം വാങ്ങുന്ന ഫീലിംഗ് തോന്നിയിട്ടില്ല. ഇപ്പോൾ ആ പാർട്ടി പിന്നെ വരിക 10 മണി 9:45 ആകുമ്പോഴത്തേന് അവിടെ പോയി ചോദിക്കുക ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ശബ്ദം ഇപ്പോൾ 9:50 ആകുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഞാൻ തരാമെന്ന് പറഞ്ഞതിൽ നിൽക്കുമോ? ഈ പറഞ്ഞ അവിടെ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ മേൽ നിങ്ങൾ നിൽക്കുമോ? സാധ്യത ഏതാ കൂടുതൽ? മനുഷ്യനല്ലേ, ഞാൻ അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് നിൽക്കാനല്ലേ സാധ്യത? എന്തുകൊണ്ടാ? അത് പാപമാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഏതാണ് പാപം? നിങ്ങൾ ഇതുവരെ ചെയ്തത്, അനുഭവത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഗിൽറ്റ് ഫീലിംഗും ഇല്ല, അത് പാപമല്ലായിരുന്നു, പാപമായിട്ട് വന്നില്ല. എപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ തരാമെന്ന് പറഞ്ഞോ, അത് കഴിഞ്ഞിട്ട് അതിന് വിരോധമായി കേൾക്കുന്ന ശബ്ദം പാപത്തുനിന്ന്. രാവിലെ എഴുന്നേറ്റ് ഈ പാപം വെള്ളമടിക്കാൻ പറയത്തില്ല. രാവിലെ എഴുന്നേറ്റ് ഈ സിഗരറ്റ് വലിയിടാന്ന് പറയത്തില്ല. പാപം പറയുന്നത് എടാ മറ്റേ പുള്ളിടയിലുണ്ട്, ചോദിക്കും. സാറേ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. എനിക്ക് ഹാർട്ടിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്. എൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടിപ്പോൾ 10 വർഷമാകുക. അപ്പോൾ എനിക്ക് ഇവിടെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തു, എനിക്ക് പിന്നെ ഇമ്മീഡിയറ്റ് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം എൻ്റെ സ്നേഹിതർ പലരും പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോസ് പെരിയപ്പുറം, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എനിക്ക് ഒരു ദൈവദാസൻ ഇടപെട്ട് വാങ്ങിത്തന്നു. അപ്പോൾ എൻ്റെ ഈ ആൻജിയോഗ്രാം ചെയ്തതിൻ്റെ CD-യുമായിട്ട് അദ്ദേഹത്തെ പോയി കണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ടാണ് തീരുമാനിച്ചത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ പേഷ്യൻറ്റിനെയും കൊണ്ട് ഇങ്ങ് വരാൻ പറഞ്ഞു. എന്നെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസിൽ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ
എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 9,000 രൂപയേ ഉള്ളൂ. 9,000 രൂപ. ഞങ്ങളുടെ തൊട്ടയൽവക്കത്തെ വീട്ടിലെ മോളുടെ വിവാഹത്തിന് വേണ്ടി അടുത്ത ദിവസങ്ങളിൽ വിവാഹം, അതിനുവേണ്ടി വെച്ചിരുന്ന കയ്യിലുണ്ടായിരുന്ന ഒരു 60,000 രൂപ ആ അങ്കിൾ എടുത്ത് എൻ്റെ വൈഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ ഇത്രയും പണമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ പോക്കിലെല്ലാം എനിക്ക് ടെൻഷനാണ്. ഞാൻ ഈ ആംബുലൻസിൽ കിടക്കുകയാണ്, സംസാരിക്കുന്നൊക്കെ ഉണ്ട്, അപ്പോഴെല്ലാം ടെൻഷനാണ്. ഒരു സർജറി വേണ്ടി വന്നാൽ എന്ത് ചെയ്യും, എങ്ങനെ എന്നല്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ സ്നേഹിതൻ, ഞങ്ങളുടെ സ്നേഹിതൻ സജി മാത്യു വിളിക്കുകയാണ് ഫോണിൽ. സജി മാത്യു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളങ്ങ് ചെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ ഇമ്മീഡിയറ്റ് സർജറി വേണം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ചോളാൻ പറഞ്ഞു. അപ്പം ചോദിച്ചു പറഞ്ഞു 3 ലക്ഷം രൂപ അടയ്ക്കണം ആദ്യം. ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ 3 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, സർജറി പറ്റത്തുള്ളൂ, നടക്കത്തുള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അവരുടെ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന സർജറികൾക്കിടയ്ക്ക് സ്പേസ് ഉണ്ടാക്കി ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ടെൻഷനാണ്. നമ്മൾ ഹാർട്ട് പേഷ്യൻ്റാണ്, ആ ടെൻഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സജി മാത്യു വിളിച്ചു. സജി മാത്യു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെഷീൻ കാര്യങ്ങൾ കയ്യിൽ 5 വയസ്സില്ലാത്ത മനുഷ്യനാണ്, ഞങ്ങളെപ്പോലൊക്കെ തന്നെ. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞേച്ച് പ്ലൻസിയോടെ സംസാരിക്കുന്ന. അത് കഴിഞ്ഞ് പ്ലൻസി എനിക്ക് കൊണ്ടുവന്ന് ഫോൺ തന്നു. സൗണ്ടി ഒന്നും പേടിക്കണ്ട, ഞാൻ നാളെ രാവിലെ തന്നെ എന്ത് ചെയ്തോളാം, കാശ് അറേഞ്ച് ചെയ്തോളാം. അപ്പോൾ ഏതെങ്കിലും മാർവാടിയുടെ കയ്യിൽ നിന്ന്, ഗുജറാത്തിലായതുകൊണ്ട് ഏതെങ്കിലും മാർവാടിയുടെ കയ്യിൽ നിന്ന് കൊള്ള പലിശയ്ക്ക് കാശെടുത്ത് എന്ത് ചെയ്യും, സജി എനിക്ക് എൻ്റെ അക്കൗണ്ടിലിടും. അത് ഉറപ്പാണ്. എനിക്കൊരാവശ്യം വന്നാൽ സജിക്കൊരാവശ്യം വന്നാൽ ഞാനും എന്ത് ചെയ്യും, അത് ചെയ്യും. അത് ആ സൗഹൃദത്തിൻ്റെ ഭാഗമാണ്. അപ്പം എൻ്റെ മനസ്സ് ശാന്തമായി, പീസ് ഓഫ് മൈൻഡ്. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം സജി എനിക്ക് ചെയ്യും, ദൈവം എനിക്ക് വഴിയാണ്. സജിക്ക് സജി ചോദിക്കുന്നിടത്തുനിന്ന് കാശ് കിട്ടും, സജി എന്ത് ചെയ്യും, എനിക്ക് ആ പണം തരും. അപ്പം ഞാൻ പീസ് ഓഫ് മൈൻഡിലായി. അപ്പം ഞങ്ങൾ വൈകിട്ട് അന്ന് രാത്രി അവിടെ കിടക്കാൻ എൻ്റെ മോനുണ്ട്, ഞങ്ങൾ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റൽ റൂമിൽ ഇരിക്കുമ്പോൾ രാത്രി 8:30 ആയപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ഈ എൻ്റെ സർജറിക്ക് ആവശ്യമുള്ള പണം അടച്ചതിൻ്റെ റെസിപ്റ്റ് കൊണ്ടുവന്ന് തരിക. അങ്ങനെ മുടക്കം സംഭവിച്ചോ? ആ റെസിപ്റ്റ് കൊണ്ടുവന്ന് തരിക. ഞങ്ങളിത് കണ്ട് അന്തം വിട്ടുപോയി. കാരണം ഇതാര് കൊടുത്തു, എന്താണെന്നോ ഒന്നും നമുക്ക് ഒരറിവും ഇല്ല. ഇത് എവിടെ നിന്ന് വന്നു എന്നറിയത്തില്ല, എങ്ങനെ വന്നു എന്നറിയത്തില്ല. അപ്പം ദൈവം എന്ത് ചെയ്യുന്നു, ദൈവത്തിന് പ്രൊവിഷനുണ്ട്. ദൈവം ഞാൻ കണ്ട വഴിയോ സജി കണ്ട വഴിയോ ഒന്നുമല്ല ദൈവം എന്ത് ചെയ്തത്. ഒരിക്കത് ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഈ പണം മൊത്തം അടച്ചു. എൻ്റെ സർജറിക്ക് ആവശ്യമുള്ള പണം അടച്ചു. പിന്നെ ആ ദൈവദാസനെ ഫൈൻഡ് ഔട്ട് ചെയ്തോ? ഏതാ, തിരിച്ചു കൊടുക്കേണ്ട പണമല്ല, അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തതാ. പിന്നെ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊരു 50,000 രൂപ കൂടെ കൊണ്ടുവന്നു, എല്ലാം കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അപ്പം ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. പക്ഷെ എന്നെ അന്നേരം ആ സമയത്ത് കംഫർട്ട് ചെയ്തത് സജിയുടെ വാക്ക്. അപ്പം അത് ഞാൻ നീതിമാനായതുകൊണ്ടോ അല്ലെങ്കിൽ നീതിമാനല്ലെന്നോ ഒന്നും അതുകൊണ്ട് വിധിക്കാനൊക്കത്തില്ലല്ലോ. ഒന്നുമില്ല. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നീതിമാന് വേണ്ടിയിട്ട് ചെയ്യുന്ന ദൈവമൊന്നുമല്ല. ദൈവം മുസ്ലിമിന് ചെയ്യുന്നില്ലേ? അല്ല, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരോടും കരുണയുള്ള ദൈവമാണ്. അപ്പം ഒരു ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളെക്കാട്ടിലും എത്രയോ ഹെൽപ്പുകൾ, അത്ഭുതങ്ങൾ വേറെ പലയിടത്തും നടന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ റെസ്റ്റിൽ ആയി ദൈവത്തെ വിശ്വസിച്ചിട്ട് ഇപ്പം ആ വന്ന പീസ് ഉണ്ടല്ലോ, നിങ്ങൾ ആ സമയത്തെ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ടാണ് ബാക്കിയുള്ളത് നടന്നത്. പക്ഷെ നമുക്കത് വെളിപ്പെടുത്താനും നമുക്കറിയത്തില്ലെന്ന് അത്രേ ഉള്ളൂ. പക്ഷെ ആ ലെവൽ സജിയുടെ പൈസ നിങ്ങളുടെ കൈ വന്നായിരുന്നോ? ഇല്ല, സജി 1 രൂപ പോലും തരേണ്ടി വന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിന് അത്ഭുതം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് എപ്പം ഇത് താഴ്ന്നിട്ടുമോ, കംപ്ലീറ്റ്ലി
പിന്നെ നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിലേ കണക്ഷൻ ആകത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടിയത് ഈ പറഞ്ഞ വറിയില്ലാത്തൊരു മനസ്സ്, ചിന്തയില്ലാത്തൊരു മനസ്സാണ്. ഇപ്പം ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സജി വിളിക്കുന്നത് വരെയും നിങ്ങളുടെ ഈ പൈസ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. സജി വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പൈസ ഇല്ല, അന്നേരവും പൈസ ഇല്ല. ചോദിക്കുന്നതാണ്. പൈസ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ മനസ്സിന്റെ സ്ഥിതി മാറി. തീർച്ചയായിട്ടും മനസ്സ് അങ്ങനെ ഒരു എന്താ പറയുക, അതിനൊരു ടേംസ് ഉണ്ട്, ഞാൻ മറന്നു. നമ്മുടെ മനസ്സിനെ കാണണമെന്നില്ല. ആശുപത്രി പോയി നമുക്കൊരു ഇഞ്ചക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. ശരിയാ. പ്ലസീബോ എഫക്റ്റ് എന്ന് പറയും. ഡോക്ടറോട് പറയും, സാറേ നമുക്ക് നോക്കിയോ, ഒന്നാലും പനിയുണ്ട് സാറേ, ഒന്ന് ഇഞ്ചക്ഷൻ വേണോ? പുള്ളി അപ്പുറത്ത് വെള്ളം കയറ്റിയിട്ട് ഒന്ന് കുത്തി വിടും. നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഇപ്പം ദൈവം വിശ്വസിക്കുന്ന സജി തരുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പാണ്, അത്രയും ഉറപ്പായപ്പം ഈ സർവശക്തനാകുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ ഉറപ്പ് വരാതെ? അതാണ്. അല്ല, ഞാൻ സജിയിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞാൻ കണ്ടത്. ഇവിടെ നമ്മുടെ ഇപ്പം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ നാളെ വന്നിട്ട് പറയുക, സാറേ ഇനി ഒരു ടെൻഷൻ എടുക്കണ്ട, നമ്മുടെ എല്ലാ കാര്യം ഞാൻ നോക്കണം, ഒന്നും എന്ത് വേണം ലിസ്റ്റ് എഴുതും, അപ്പം ഞാൻ ചെയ്യാം. അത് സാമൂട്ടി ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ പുള്ളി. പിണറായി വിജയൻ്റെ അത്രയും പോലും വില നമ്മുടെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയത്തില്ല. അവൻ വർക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കറിയത്തില്ല. ഇത് മൊത്തം നമ്മുടെ മനസ്സിലാണ് കംപ്ലീറ്റ്ലി നടക്കുന്നത്. നമ്മുടെ മനസ്സ് വിശ്വസിക്കണമെങ്കിൽ യേശു അതാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സൗഖ്യമാകണോ? മനസ്സുള്ള വേറെ ഒന്നും ചോദിക്കുന്നില്ല പുള്ളി. നീ ജാതിയാണോ, യഹൂദനാണോ, ഇതൊന്നും നീ പ്രാർത്ഥിച്ചോ ഉപവസിച്ചോ, മനസ്സുണ്ടോ? കട്ടെടുക്കുന്നു. ശരിയാ, കർത്താവ് ചോദിക്കുന്ന അത്രേ ഉള്ളൂ അല്ലേ? ആരോടാ പറഞ്ഞത്? പാരലൈസ് ആയിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്നുണ്ട്, കട്ടിലെടുത്തുണ്ടാണോ? ഒന്നും ചോദിക്കുന്നു. മനസ്സുണ്ടോ? അപ്പം നമ്മുടെ മനസ്സതാണ്. നമ്മുടെ മനസ്സ് ആരാണ് എൻ്റെ മനസ്സിനെ ഫീഡ് ചെയ്യുന്നത്? ആരുടെ ഫീഡാണ് എൻ്റെ മനസ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, തിന്നുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കാരണം പരിശുദ്ധാത്മാവിനും ദൈവത്തിനും വർക്ക് ചെയ്യാൻ ഒറ്റ മീഡിയമുള്ളൂ, ശബ്ദമാണ്. ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന ഒറ്റ മീഡിയമേ ഉള്ളൂ, ശബ്ദമാണ്. ആ ശബ്ദം എനിക്ക് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഒരു അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഫസ്റ്റ് ബേസ് നമ്മൾ നീതിമാനാണ്, ദൈവത്തിൻ്റെ മകനാണ് ഞാൻ എന്നുള്ളൊരു വലിയൊരു കൺഫർമേഷൻ. നീതിമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൗരനാണ്. ഹീ ഈസ് എ സിറ്റിസൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ രാജ്യത്തിലെ ഒരു പൗരനാണെങ്കിൽ എൻ്റെ രാജാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ഉറപ്പ്. അതിന് സ്പെഷ്യൽ എഫക്റ്റ് ഒന്നുമില്ല ഉറപ്പിന്. ലൈഫാണ്, ജീവിതമാണ്. അങ്ങനെയായി മാറണം. ഇല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പടിച്ച് വിശ്വസിക്കുന്ന പരിപാടിയല്ല ഇത്. വിശ്വസിക്കുന്ന പരിപാടിയല്ല ഇത്. നിന്റെ രാജാവ് നോക്കിക്കൊള്ളൂ എന്നുള്ളൊരു വെളിപ്പാടാണ്. പൗലോസിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്തത് ഈ സുവിശേഷം കൊണ്ട് നൽകിയ നീതിയാണ്. അത് ആ ചൂട് പിടിച്ചാണോ ഈ ലേഖനങ്ങൾ മൊത്തവും നമുക്ക് വായിക്കാൻ കഴിയും. ഇതിനകത്ത് പൗലോസാണ് ഇതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു റൈച്ചസ്നെസിന്റെ വെളിപ്പാടിലേക്ക് മനസ്സിലാക്കി തരണം. വെളിപ്പാട് കൊണ്ടുവന്നത് നമ്മുടെ റോമാലേഖനത്തിലൊക്കെ റൈച്ചസ്നെസിന്റെ ഒരു വെളിപ്പാട് പൗലോസ് അറിവുള്ള മനുഷ്യനായിരുന്നു. ആ പുസ്തകം വായിച്ചത് എന്നാലും യഹൂദന്മാർക്കെല്ലാം ടോട്ടലി നിങ്ങളുടെ യേശു നിങ്ങളുടെ വീട്ടിൽ വരിക, നിങ്ങളുടെ വീട്ടിലെ ഒരു 40 ലക്ഷം രൂപയുടെ കടം മാറ്റി, അത്ഭുതം ചെയ്തു. സഡനായിട്ട് ഞാൻ പാപിയാണെന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ?
പത്രോസിന്റെ പടകിലെ മീൻ നിറച്ചപ്പോഴേ പത്രോസ് പറയാ, ഞാൻ പാപിയാണ്. അത്ഭുതവും പാവമായിട്ട് എന്ത് വ്യത്യാസം? അവിടെ അപ്പോഴേ പടകം പൊട്ടിക്കേണ്ടിയല്ലേ വേണ്ടിയത്? അവരുടെ കോൺഷ്യസ്നെസ് ഫുൾ ഇതാണ്. നീതിമാൻ എന്നുള്ളൊരു കോൺഷ്യസ്നെസ് അവനുള്ളത്, അവർക്ക് വേണ്ടിയത്. അപ്പം ഈ പുള്ളിയെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഫസ്റ്റ് വേണ്ടിയത്, അയ്യോ ഞാൻ പാപിയാണ്, എങ്ങനെയെങ്കിലും എന്നെയെന്ന് നീതിമാനാകണം ഞാൻ. അതാണ് നമ്മൾ യേശുവിനെ കണ്ടാൽ കടം മാറ്റം ചോദിക്കും. നമ്മൾ യേശുവിനെ കണ്ടാൽ നല്ല എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ വിഷയം നടത്തിത്താന്ന് ചോദിക്കും. അവൻ യേശുവിനെ, ഇസ്രായേൽ മക്കൾ യേശുവിനെ കണ്ടാൽ എന്നെ നീതിമാനാക്കാൻ പറയും. തീർന്ന പരിപാടി. അവനറിയാം നീതിമാനായാൽ ബാക്കിയെല്ലാം സെറ്റിൽഡാ എന്നുള്ളത് അവനറിയാം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരും നീതിമാനായിരിക്കണം. നീതിമാൻ എന്ന് പറയുന്നത് നിന്റെ പ്രവൃത്തി കൊണ്ട് കിട്ടിയതല്ല. ഇറ്റ് ഈസ് ത്രൂ ജീസസ്. യേശുവിലൂടെ എനിക്ക് കിട്ടിയ ഒരു പൊസിഷനാണ്, എൻ്റെ റീസ്റ്റോറേഷനാണ്. കിട്ടുമ്പം ഞാൻ നീതിമാനായി മാറി. നീതിമാൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവനെന്നല്ല, തെറ്റ് ചെയ്ത് അനുസരണക്കേടുണ്ട്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. അതാണ് നമ്മുടെ ഡെയിലി ഉള്ള ലൈഫിൽ പരിശുദ്ധാത്മാവ് എന്നോട് എവറി ഡിസിഷൻ എടുക്കാൻ നമ്മളോട് സംസാരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന വിതർക്കങ്ങൾ, ആർഗ്യുമെൻസിനെ കില്ല് ചെയ്ത്, ഡെഡ് ചെയ്ത്, അതിനെ ഡിമോളിഷ് ചെയ്ത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്ന് പഠിക്കണം. അതിന് നമ്മൾ ഈ പറഞ്ഞ, നമ്മളെപ്പോഴും ഉപവാസ പ്രാർത്ഥനയ്ക്ക് 3 ദിവസം ഇരിക്കുമ്പോഴാണ് അവൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്നത്. അവൻ 3 ദിവസം സംസാരിക്കുന്ന പരിശുദ്ധാത്മാവല്ല. എവറി സെക്കൻഡ്, എവറി മിനിറ്റ് ഹി വാണ്ട്സ് ടു ടോക്ക് ടു യു. അവൻ ഗൈഡാണ്, നമ്മുടെ ഗൈഡാ. നമുക്കിന്ന് രാവിലെ പോകണമെങ്കിൽ ഏത് ബസ് പിടിക്കണം അവൻ പറഞ്ഞുതരും. ലേറ്റായോ ടെൻഷൻ എടുക്കണ്ട, ഞാനുണ്ട്, നിർത്തിത്തരാം, എല്ലാം പറഞ്ഞു തരുന്ന ഗൈഡാണ്. അപ്പോൾ ആ ഗൈഡിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ വലിയ കാര്യം വരുമ്പോഴത്തേക്കിന് നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എൻ്റെ 3ാമത്തെ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞു. ഞാനെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിലായിരിക്കും. അന്നൊക്കെ ഓട്ടോ മീറ്റിങ്ങിലാണ്. അവൻ ആന്ധ്ര കുഞ്ഞ് പ്രസവിക്കുന്നത്. എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നാലും എന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആരോ എന്നെ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു. ഈ പോയി നിൻ്റെ ഭാര്യയെ പ്രസവിക്കുകയല്ലോ. ഞാൻ പോയപ്പോഴത്തേന് പ്രസവം എല്ലാം കഴിഞ്ഞു. 11 മണിക്ക് കഴിഞ്ഞു. വൈകിട്ട് ഒരു 3-4 ആയി ഞാൻ ചെന്നപ്പം ഭാര്യേനെ ഇങ്ങനെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടിരിക്കുക. ഒന്ന് സ്റ്റിച്ചിട്ടിരിക്കുന്ന ശരീരം അങ്ങനെ എടുത്ത് ആംബുലൻസിൽ കയറ്റുമോ. ഞാൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, എന്നാ പറ്റും ചോദിച്ചു. അപ്പോൾ അപ്പനിങ്ങനെ കലിപ്പിച്ച് നിൽക്കുക. 3ാമത്തെ പ്രസവം. അപ്പം പറഞ്ഞു 2 മതിയായിരുന്നു, 3 വേണ്ട, എൻ്റെ മോളെ ഇപ്പോൾ ആകെ ടെൻഷനിലാക്കി. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ കഴിച്ചത് ഒരു 2-3 മണിക്കൂർ മുമ്പ് കഴിക്കുമല്ലോ. ബണ്ണു ഏതാണ്ട് കഴിച്ചു. ശരീരമെല്ലാം കോമയിന്ന് വന്നു. അനസ്തേഷ്യ കൊടുത്തത് ശകലം കൂടിപ്പോയി, ഡോസ്. കോമയിന്ന് വന്നു. ഉള്ളിലത്തെ ഇൻറ്റസ്റ്റൈൻ കോമയിന്ന് വന്നിട്ടില്ല. തിന്ന ബിസ്ക്കറ്റ് ഇവിടെ ഇരിക്കുക. ഇത് ഗ്യാസായിട്ട് വയറ് വീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങനെ നിൽക്കുക. കരീംനഗറിൽ നിന്ന് ഇവിടെ കയറ്റുമ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ നിൽക്കുക. അന്നാണ് ഇവിടുന്ന് 160 കിലോമീറ്റർ ഹൈദരാബാദിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ചോദിച്ചു, എന്നാ വിഷയം? അവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാന്ന്. അപ്പൻ സൈഡിൽ നിന്ന് പറഞ്ഞു. അവൾ ഞാനും കൂടെ കണ്ണു നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, നമ്മളെക്കുറിച്ച് എത്രയോ വാഗ്ദാനമാണ് കിടക്കുന്നത്. നമ്മളെക്കുറിച്ച് എത്രയോ വാഗ്ദാനമാണ് കിടക്കുന്നത്. ഇതൊന്നും നമ്മളെ കൊണ്ടുപോകത്തില്ല. എനിക്കെപ്പോഴും സങ്കടം വന്നില്ല. ദൈവം നമ്മളെക്കുറിച്ച് എത്രയോ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നുണയായി പോകത്തില്ലേ? അത്ഭുതകരമായി സൗഖ്യമായി, ഫ്രീ ആയി. അപ്പം നമ്മളെങ്ങനെ നമ്മുടെ മനസ്സിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഡെയിലി വരുന്ന ഓരോ മിനിറ്റുകളും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മുടെ ഡിസിഷൻസിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ലൈഫ് പോകാൻ പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ കാര്യം പറയുമ്പോഴത്തേന് അത് വിശ്വസിക്കണമെങ്കിൽ ഈ ചെറിയ കാര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് അനുസരിച്ച് നടക്കുമ്പോഴത്തേക്കിന് വലിയ വിഷയം വരുമ്പോഴും ചിരിക്കാൻ പറ്റും. നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചിരിച്ച് നടന്ന് ആവശ്യത്തിന് പരിഹാരം. എന്ത് പറഞ്ഞാലും, പൊട്ടത്തരമെന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ നമുക്ക് ധൈര്യം കിട്ടും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അനുസരിക്കാതെ വരുമ്പോഴാണ് പാപം എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ പുസ്തകത്തിൽ റെസിസ്റ്റ് ദ ഡെവിൽ, യേശു അതാ ചെയ്തത്. അപ്പം മരുഭൂമിയിൽ അതാ ചെയ്തത്. പരിശുദ്ധാത്മാവ് ശബ്ദം പറഞ്ഞു, നീ ഉപവസിക്കാൻ പറഞ്ഞു. അപ്പം പിശാച് പറയാം വിശക്കുവാട കഴിക്കാൻ പറഞ്ഞു. റെസിസ്റ്റ് ചെയ്തത്, ശബ്ദത്തെ റെസിസ്റ്റ് ചെയ്തത്. നമ്മളും നമ്മുടെ ഉള്ളിൽ വരുന്ന ആർഗ്യുമെൻസിനെ റെസിസ്റ്റ് ചെയ്ത് നമ്മളതിനെ ഡിമോളിഷ് ചെയ്ത് കീഴടക്കി അനുസരിക്കണം. ഈ അനുസരണം തികയുമ്പോൾ
നമ്മൾ അനുസരണക്കേടാകുന്ന എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തെ ജഡ്ജ് അവിടെ കിടക്കുന്നു, നീ അനങ്ങത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നമുക്ക് അവിടെയാണ് വിശുദ്ധി വരുന്നത്, ഹോളിനെസ് വരുന്നത്. ഇപ്പം യേശു പറഞ്ഞതിൻ്റെ മെയിൻ ക്രീം അതാണ്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകുക എന്നുള്ളതാണ് യേശുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫൈനൽ ലെവൽ എന്ന് പറയുന്ന സംഭവം. ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഞങ്ങളും നമ്മളിൽ ഒന്നായിത്തീരണം. എന്തോ ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അനുസരണമില്ലായ്മയാണ്. മഹാപൗരോഹിത്യ പ്രാർത്ഥനയിലെ ഏറ്റവും പീക്ക് പ്രെയർ ആയിരുന്നു. ഞാൻ പിതാവിനെ എങ്ങനെ സ്നേഹിച്ചത്, അവൻ പറഞ്ഞത് എല്ലാം കേട്ട് അനുസരിച്ച് ഞാൻ പിതാവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഞാൻ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് എന്നെ സ്നേഹിക്കുക. അപ്പം ഈ സ്നേഹം എന്ന് പറയുന്നത് അനുസരണമാണ്. നമ്മൾ ഒന്നാകുക എന്ന് പറഞ്ഞാൽ എനിക്കും പിതാവിനും യേശുവിനും പരിശുദ്ധാത്മാവിനും അഭിപ്രായം വ്യത്യാസം ഇല്ലാണ്ട് എൻ്റെ മനസ്സിന് എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് ഈ അനുസരണത്തിൽ തികയാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. വേറെ ഒന്നും ഈ പറഞ്ഞ പരിശുദ്ധി അവിടെ വരുന്നു, അവിടെ ഇളകുന്നു, അവിടെ സ്വർണ്ണം, ഇവിടെ എന്തോ വിശുദ്ധി, അതൊന്നും വിശുദ്ധിയായിട്ട് ഒന്നുമില്ല. വിശുദ്ധി അനുസരണമാണ്, ഒബീഡിയൻസ് ആണ് ഹോളിനെസ്. ബിക്കമിങ് ആസ് വി ആർ ഹോളി യു ബി ഹോളി എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെല്ലാം ഒന്നായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഒന്നാണ്. അത് റോമാലേഖനത്തിൽ പറയുന്നത് 8-ാം അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് പറയുന്നത്. അപ്പം യേശുവിനെ വിശ്വസിച്ചവർ ദൈവത്തിൻ്റെ പുത്രന്മാരല്ലേ? യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് അവനൊക്കെ കൊണ്ട് പുത്രന്മാരാകാനുള്ള അധികാരം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പുത്രത്വം എന്ന് പറയുന്നത് അവൻ്റെ സ്വത്തിൽ നിന്ന് എടുത്ത് വ്യവഹാരം ചെയ്യാനുള്ള അധികാരം. നമ്മുടെ പുത്രൻ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് കൊച്ചു പയ്യനെ, എൻ്റെ മോനാ, കൊച്ചു പയ്യനാന്ന് വിളിക്കത്തുള്ളൂ. പക്ഷേ വളർന്ന് അവൻ എന്നെപ്പോലെ ആയിക്കഴിയുമ്പോൾ എൻ്റെ ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ കഴിയുമ്പോൾ ഇവൻ എൻ്റെ മകൻ അഭിമാനത്തിലാണ് പറയുന്നത്. അപ്പം യേശുവിനെ വിശ്വസിക്കുന്നവന് ആകാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൽ അനുസരിക്കുന്നവൻ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവൻ, നടത്തപ്പെടുന്നവൻ, അവൻ ദൈവപുത്രൻ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുത്രത്വത്തെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ വരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിനോദ് ചാക്കോയുടെ വാക്കുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു. നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം നമ്മളോട് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്: നമ്മളെ നീതീകരിച്ച ക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. ഒരു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഒരു കലവറയുടെ മുൻപിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വളരേണ്ടത് ആ നീതിയിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. ആ നീതിബോധത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് അങ്ങനെ വളരുവാൻ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മൾ അനുനിമിഷം ഓരോ സെക്കൻഡും കേട്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ആ ശബ്ദത്തെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ ആ നീതീകരണത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇതാണ് പാസ്റ്റർ വിനോദ് ചാക്കോ നമ്മളോട് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് അനുസരണത്തിൻ്റെ പൂർണ്ണതയിലാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആ അനുസരണത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. പാസ്റ്റർ വിനോദ് ചാക്കോയുമായുള്ള സംഭാഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, അത് വീണ്ടും തുടരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങൾ എന്തു തന്നെയാകട്ടെ, നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടുക. ദൈവം അനുവദിച്ചാൽ അധികം വൈകാതെ വീണ്ടും ഒന്നിച്ചിരിക്കുവാനും ആ സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, പ്രതികരണങ്ങൾക്ക് മറുപടി പറയുവാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
മാത്രവുമല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി ബന്ധപ്പെടണമെന്ന് താല്പര്യപ്പെടുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോബി വർഗീസിനും പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ കുടുംബാംഗമായി മാറുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.